കൂടുതൽ ബാധിച്ചത് ഒരുപക്ഷെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന നഗരത്തെയാണ്. ഈരാറ്റുപേട്ട 2018 പ്രളയകാലത്ത് പോലും ഇങ്ങനെ വെള്ളം പൊങ്ങിയില്ല എന്നൊക്കെ ഇന്നലെ പലരും ആ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെയൊക്കെ മൈക്കിന് മുന്നിൽ വന്ന് പറയുന്നത് കേട്ടു. അത് ആ സമീപ മേഖലയിലുള്ള ആളുകളൊക്കെയും അവരുടെ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു ഇടമെന്ന നിലയ്ക്ക്, ഒരു വ്യാപാര കേന്ദ്രം എന്ന നിലയ്ക്ക് അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ കരീം ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ കരീം, പ്രതീക്ഷിക്കാതെ വന്ന ഒരു ആഘാതമാണ് നിങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഓണത്തിന് മുൻപ് എല്ലാം വിറ്റുപെറുക്കിയും കയ്യിലുള്ളതൊക്കെ കടം വാങ്ങിയും ഒക്കെ സംഭരിച്ചു വെച്ച സകലതും നശിച്ചുപോയൊരവസ്ഥയാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഈരാറ്റുപേട്ട മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്? അതിന്ന് കരകയറുന്നത് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം വിഷമകരമായിരിക്കും? ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട ഒരു വ്യാപാര നഗരമാണ്. ഈരാറ്റുപേട്ടയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ പ്രളയം എന്ന് പറയുന്നത് ഈ അടുത്ത് തന്നെ നമ്മൾ ഓണം സീസൺ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ വളരെയധികം സ്റ്റോക്കുകൾ അതാത് സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. 2018 വളരെയധികം അതിരൂക്ഷമായൊരു വെള്ളപ്പൊക്കമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. സാധാരണ വെള്ളപ്പൊക്കം ഇതിനു മുമ്പ് 18-ലും 19-ലും 21-ലും ഒക്കെ ഉണ്ടായെങ്കിലും ആ കാലഘട്ടങ്ങളിലൊന്നും ടൗണിൽ വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ടൗണിൽ പോലും വെള്ളം കയറുകയും ടൗണിലെ പല കടകളിലെയും ഫ്രണ്ട് ഷട്ടറിൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം വെള്ളത്തിനടിയിലാകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പിന്നെ ഈ വെള്ളം കയറിയത് ഏതാണ്ട് 12:30-ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരുമില്ലായിരുന്നു, ടൗണിലും ആരുമില്ലായിരുന്നു. ഈ സാധനങ്ങളെ എടുത്തു മാറ്റുവാനോ എന്തെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ വ്യാപാരികൾക്കോ മറ്റ് സന്നദ്ധ സംഘടനകൾക്കോ ജനങ്ങൾക്കോ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാര മേഖലയിൽ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റുതീരത്തും തോടിൻ്റെ കരകളിലുമുള്ള വീടുകളിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാത്രിയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഇപ്രാവശ്യത്തെ വെള്ളത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രതിരോധത്തിലും ഏർപ്പെടുവാൻ ഈ വീട്ടുടമയ്ക്കോ വീട്ടിലെ ആളുകൾക്കോ സാധിച്ചില്ല. എനിക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ നമുക്ക് ആളപായം ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വ്യാപാരികൾക്കുണ്ടായി. അതിൽ നിന്നും കയറുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. 2018 പ്രളയമുണ്ടായപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്പന്നരായ വ്യാപാരികളിൽ നിന്നും ഇടത്തരക്കാരിൽ നിന്നുമൊക്കെ പണം ശേഖരിച്ച് നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് പ്രായോഗികമല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം എല്ലാ വ്യാപാരികളും ഈ പ്രളയത്തിൻ്റെ കെടുതിയിൽ പെട്ടുപോയപ്പോൾ ആരോടും സഹായം അഭ്യർത്ഥിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇതിൻ്റെ സംഘാടകർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരെ യാതൊരു വിധത്തിലും സഹായിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടുത്തെ വ്യാപാരികളെ അവരുടെ ഈ കെടുതിയിൽ നിന്നും മോചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തികമായിട്ടുണ്ടായിരിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ അവരെ അകമെഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇങ്ങനെ സഹായിച്ചില്ല എങ്കിൽ കോവിഡ് മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരുവിധം പച്ച പിടിച്ചു വരുന്ന ഈ സമയത്തായി പ്രളയമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കെടുതിയെ കൂടി അതിജീവിക്കുവാനുള്ള യാതൊരുവിധ സാമ്പത്തിക ശേഷിയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇല്ല. അങ്ങനെ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് സഹായം ലഭിച്ചില്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്, ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടുത്തെ വ്യാപാരികൾ എത്തിയിരിക്കുകയാണ്. ഇത് അറിയണമെങ്കിൽ ഉദ്യോഗസ്ഥർ വീടാന്തരം ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്
എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ശ്രീ കാരണം അബ്ദുൽ കരീം, നമുക്കിപ്പോ പ്രകൃതി ദുരന്തങ്ങളെ ഇനി എന്തായാലും നമുക്ക് തടയാൻ കഴിയില്ല. ഇങ്ങനെ പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതം ഉണ്ടാവുന്ന ആഘാതങ്ങളും ഇനി നമുക്ക് തടയാനാവില്ല. അത് ഒരു പ്രകൃതിയുടെ പ്രതിഭാസമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ചെറിയ സമയത്ത് വലിയ രീതിയിലുണ്ടാകുന്ന മേഘവിസ്ഫോടനമോ ലഘുമേഘവിസ്ഫോടനമെന്നോ പല പേരിട്ട് വിളിക്കാം, പക്ഷെ നമുക്കുണ്ടാകുന്ന ആഘാതം ഒരുപോലെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഈ വ്യാപാരികളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു മുൻകരുതൽ വേണം. അത് ഇൻഷുറൻസിൻ്റെ രൂപത്തിലായാലും ശരി, നമുക്ക് നഷ്ടമുണ്ടാവാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ വേണം. അതിന് സർക്കാരിൻ്റെ കൂടി സഹായം വേണം. ഈ 2018-ലെ 19-ലെ ഒക്കെ പ്രളയത്തിന് ശേഷം ആ രീതിയിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് നമ്മുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏത് ദുരന്തമുണ്ടായാലും കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിന് സർക്കാരിൻ്റെ ഒരു പ്രോത്സാഹനമോ പിന്തുണയോ ഉണ്ടായിട്ടുണ്ടോ? വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം തുടങ്ങുന്നത് മൂലധനം മുടക്കിയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുഭൂരിപക്ഷം വ്യാപാരികളും വ്യാപാരം തുടങ്ങുന്നത് ഈ മൂലധനം കരുതി വെച്ചിട്ടൊന്നുമല്ല. ചിട്ടി പിടിച്ചിട്ടോ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒക്കെ കടം വാങ്ങിയിട്ടോ, വീട്ടിലെ സ്ത്രീകളുടെ സ്വർണ്ണ പണയം വെച്ചിട്ടോ ഒക്കെയാണ് ഈ വ്യാപാരം തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ ഈ സാമ്പത്തിക പരാധീനതയ്ക്ക് ഒപ്പം തന്നെ ഇതിനെയും കൂടെ താങ്ങാനുള്ള കെൽപ്പ് സാധാരണ വ്യാപാരികൾക്ക് ഉണ്ടാകില്ല. കുറച്ച് വ്യാപാരികൾക്കുണ്ടാകാം, സാമ്പത്തികമുള്ളവരുണ്ടാകാം, എങ്കിലും ബഹുഭൂരിപക്ഷം വ്യാപാരികൾക്കും ഇതിനെ അതിജീവിക്കുവാൻ കഴിയില്ല. അവർക്ക് സ്വന്തം കാശുകൊണ്ടല്ല ഈ വ്യാപാരങ്ങളൊന്നും തുടങ്ങുന്നത്, വളരെയധികം ബുദ്ധിമുട്ടി പണം സ്വരൂപിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് മഹാമാരിയിലും 2018-ലെ പ്രളയത്തിലെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ ഈ പ്രളയത്തിൻ്റെ ആഘാതം എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. വളരെയധികം അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുക. അതുകൊണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അവർക്ക് മതിയായ നഷ്ടപരിഹാരമോ സഹായമോ ഇല്ല എങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുവാനോ പിടിച്ചു നിൽക്കുവാനോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. അത് വേണ്ടപ്പെട്ടവർ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ദുരിതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.